MLA ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി ആർ ശ്രീലേഖ രംഗത്തെത്തിയത് വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് VK പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിനെ പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നായിരുന്നു ശ്രീലേഖ ഫോണിലൂടെ വിളിച്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ വാടക നൽകിയാണ് കെട്ടിടം പ്രവർത്തിക്കുന്നതെന്നും കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകേണ്ടത് സെക്രട്ടറിയാണെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു. കാലാവധി തീരാതെ ഒഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിവാദമുയർന്നതിന് പിന്നാലെ കെട്ടിടത്തിന്റെ 1 വർഷത്തെ വാടക കുടിശ്ശിക MLA അടച്ചു തീർത്തു. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇപ്പോൾ കൊണ്ടുപിടിച്ച് ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ മറ്റൊരു നീക്കവുമായിട്ടാണ് ശ്രീലേഖ രംഗത്ത് വരുന്നത്. പുതിയ നെയിം ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ആർ ശ്രീലേഖ. അതും MLA VK പ്രശാന്തിന്റെ നെയിം ബോർഡിന് മുകളിലാണ് കൗൺസിലർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ സഹിതമാണ് ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആർ ശ്രീലേഖ പങ്കുവച്ചിരിക്കുന്നത്. നെയിം ബോർഡിന്റെ ചിത്രങ്ങളും സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. തൻ്റെ കാശ് മുടക്കിയാണ് നെയിം ബോർഡ് സ്ഥാപിച്ചതെന്നും ആർ ശ്രീലേഖ പറഞ്ഞിരിക്കുകയാണ്. ആളുകൾ വരുമ്പോൾ അറിയേണ്ടേ, എനിക്കും വേണ്ടേ ഒരു നെയിം ബോർഡ്. ഓഫീസ് മുറി തർക്കത്തിൽ MLAക്ക് കരാറില്ല എന്നാണ് അറിഞ്ഞത്. തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് അഭിഭാഷകൻ പരാതി നൽകിയ സംഭവത്തിലും അവർ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്റിൽ ആർ ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഡിസംബർ 31 വളരെ തിരക്കേറിയ ദിവസമായിരുന്നു. ഒട്ടേറെ പേർ കാണാൻ വന്നു. കുറേയധികം സ്നേഹ സമ്മാനങ്ങൾ കിട്ടി. കുറേയധികം കാര്യങ്ങൾ ചെയ്തു. തിരക്കിനിടയിൽ ന്യൂ ഇയർ ഡിന്നറും ഉണ്ടാക്കി. ഇതിലും തിരക്കായി ന്യൂ ഇയർ ഡേ കടന്നുപോയി. പുതിയ കൗൺസിലർമാർക്കുള്ള ട്രെയിനിങ് പരിപാടിയിലും പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ സെലിബ്രേഷനിലും പങ്കെടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കേൾക്കുന്ന വാർത്ത, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി നൽകി. MLAയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറിയെന്നാണ് പരാതി. അനന്തര നടപടിക്ക് പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയെന്നാണ് അറിയുന്നത്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നതെന്നും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് അവർ വളരെ അധികം ചിരിക്കുന്നതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയാം. വളരെ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വക്കീൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് നൽകിയിരിക്കുന്നത്. 100 സ്ക്വയർ ഫീറ്റ് എടുക്കാനായിരുന്നു തീരുമാനം. 3 ഇരട്ടി സ്ഥലം MLA കൈവശപ്പെടുത്തി. അതിക്രമിച്ചു കയറിയെന്നാണ് പരാതി. ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ അതിക്രമിച്ചു കയറിയെന്നാണ് പറയുന്നത്. മുൻ കൗൺസിലർമാർ ഇരുന്ന കെട്ടിടമാണ്. കോർപ്പറേഷൻ അംഗീകരിച്ചു തന്ന മുറിയാണ്. അതെങ്ങനെ അതിക്രമമാകുമെന്ന് മനസ്സിലാകുന്നില്ലെന്നും അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കണമെന്നാണ് പരാതി. ഈ പരാതി DGPക്ക് തുടർ നടപടികൾക്കായി അയച്ചുവെന്നും പറഞ്ഞുകൊണ്ടു ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഓലപ്പാമ്പിനെ കാണിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ വെറും ഓലപ്പാമ്പ് മാത്രമാണ്. അത്തരത്തിലൊരു പരാതി ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടി തിരിച്ചെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ബോധമുള്ള ഒരു വ്യക്തിയാണ് അവർ എന്നുള്ളത് യാതൊരു തരത്തിലും സംശയം വേണ്ട. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചീള് കേസുമായിട്ട് പലരും ഇപ്പോൾ പൊന്തിയിരിക്കുന്നത്. ഏതായാലും അതിന് താഴെ നിരവധി ആളുകളാണ് ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. താഴെ നിരവധി ആളുകളാണ് കമൻറ്റ് ചെയ്യുന്നത്. ചില കമൻറ്റുകൾ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ വായിക്കാം. അവർ പഴയ DGP ആണ് പൊട്ടന്മാരെ. നിയമം നന്നായി അറിയാം. വെറുതെയല്ല IPS. അതിക്രമം കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ എവിടെയാണ് പരാതി കൊടുക്കുക? ഇതാണ് ഒരു കമൻറ്റ്. മറ്റൊരു കമൻറ്റ്, ധൈര്യമായിട്ട് മുന്നോട്ട് പോ മെമ്പറെ, ജനങ്ങൾ കൂടെയുണ്ട്. 10ാം ക്ലാസ് പാസ്സാകാത്ത പലരും മെമ്പറാണ് ഇവിടുത്തെ കോർപ്പറേഷനിൽ. അവരും 5 വർഷം നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തും. പിന്നെയാണോ IAS ഒക്കെ പഠിച്ച മെമ്പർക്ക് ബുദ്ധിമുട്ട്? ഇതൊരു മറ്റൊരു കമൻറ്റ്. വക്കീൽ കുപ്പായം അണിഞ്ഞതിനു ശേഷം ഈ കമ്മിക്ക് കിട്ടിയ ആദ്യ വക്കാലത്തായിരിക്കാനാണ് സാധ്യത. പേരെടുക്കാൻ ശ്രീലേഖ മേഡത്തിനെ തന്നെ കിട്ടിയത് അയാളുടെ ഒരു ഭാഗ്യമായി കരുതാം നമുക്ക് വരും നാളുകളിൽ. ഏതാ ഈ പൊട്ടൻ വക്കീൽ? കമ്മികൾക്ക് പൊതുവെ പൊതുബോധം എന്നൊരു കാര്യമില്ലല്ലോ. മാമിന് നിയമമൊന്നും അറിയാത്ത ആളുമല്ലല്ലോ. സപ്പോർട്ട് മാം എന്ന് പറഞ്ഞുകൊണ്ടും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്.
മറ്റു കമന്റ്, കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ FIR ഇട്ട് കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് സാധാരണ പ്രതി അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് തൻ്റെ പേരിൽ ഉണ്ടെന്ന്. അതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഭീകരത. കള്ള LLBയും കേസുമില്ലാത്ത കള്ള വക്കീലിലും ജീവിക്കേണ്ടേ? ഭരണകക്ഷിയുടെ പ്രീതി പറ്റിയാൽ ഗവൺമെന്റ് കേസുകൾ കിട്ടും. സിംഹത്തെ കണ്ടാൽ വഴി തടയാൻ പട്ടികൾ റോഡിന്റെ കുറുകെ ഓടും. എതിരാളികളെ തളയ്ക്കാൻ ആശയം നഷ്ടപ്പെട്ട ഭരണം പരാജയപ്പെട്ടവരുടെ അടവാണ് കള്ളക്കേസ് കൊടുക്കൽ. ഡോണ്ട് വെറി, ഗോ അഹെഡ് വിത്ത് യുവർ പ്രോഗ്രാം ടിൽ സക്സസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്. അതായത് ഇതൊരു വെറും കള്ളക്കേസ് മാത്രമാണ്, ഇതൊക്കെ IPS നേടിയിട്ടുള്ള താങ്കളെ പോലുള്ള ഒരാൾക്ക് ഇതൊക്കെ വളരെ ഒലപ്പാമ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ജനങ്ങളും കമൻറ്റുകൾ പങ്കുവെക്കുന്നത്. ഇതൊക്കെ ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളാണ്. പോയി കഴിഞ്ഞ് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ചുരുങ്ങിയ സമയം കൊണ്ടും നിരവധി ആളുകളാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഭരണപക്ഷത്തെ എതിർക്കുന്നത് നല്ലതാണ്, പക്ഷെ കൃത്യമായി അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടുക, അല്ലാതെ ഇത്തരത്തിലുള്ള കള്ളത്തരത്തിലൂടെ ആവരുത്, വീണ്ടും ഇങ്ങനെ നാണം കെടാനാകരുത് എന്നാണ് പറയാനുള്ളത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും കൃത്യമായിട്ട് തന്നെ ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കാശ് മുടക്കിയാണ് നെയിം ബോർഡ് സ്ഥാപിച്ചതെന്നും ആളുകൾ വരുമ്പോൾ അറിയേണ്ടേ എനിക്കും വേണ്ട ഒരു നെയിം ബോർഡ്. ഓഫീസ് മുറി തർക്കത്തിൽ MLAക്ക് കരാറില്ലെന്നാണ് അറിഞ്ഞത്. 100 സ്ക്വയർ ഫീറ്റ് എടുക്കാനായിരുന്നു തീരുമാനം. 3 ഇരട്ടി സ്ഥലം MLA കൈവശപ്പെടുത്തി അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതാണ് പരാതി. മുൻ കൗൺസിലർമാർ ഇരുന്ന കെട്ടിടമാണ്. അതെങ്ങനെ കോർപ്പറേഷൻ അംഗീകരിച്ചു തന്ന മുറിയാണ്, അതെങ്ങനെ അതിക്രമമാകുമെന്ന് മനസ്സിലാകുന്നില്ല. പേടിപ്പിക്കുന്നത് പോലെ തോന്നി. തനിക്കെതിരെ പരാതി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് വക്കീൽ, ബാക്കി കാര്യങ്ങൾ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിക്കട്ടെ എന്നാണ് ശ്രീലേഖ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ആകെ വോട്ട് നോക്കിയാൽ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. തിരുവനന്തപുരത്ത് സർക്കാരും കോർപ്പറേഷനും 2 അധികാര കേന്ദ്രങ്ങൾ ാണെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയാൻ കൗൺസിലറും മുൻ DGPയുമായ R ശ്രീലേഖ ആവശ്യപ്പെട്ട വിവാദത്തിൽ ഒരു കാര്യവുമില്ല. MLAയെ ഇറക്കി വിടാനുള്ള അധികാരം DGPക്കില്ല, പിന്നെയല്ലേ കൗൺസിലർക്ക്. ഇതെല്ലാം ഒരുവിധം തരം താണ ഏർപ്പാടുകളാണെന്ന് മന്ത്രി V ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആവശ്യമില്ലാത്ത, നിയമപരമായി നിലനിൽപ്പില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് വിവാദമുണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അധികാരം എന്താണെന്നും കോർപ്പറേഷന്റെ അധികാര പരിധി എവിടെ വരെയാണെന്നും ചിലർ മനസ്സിലാക്കുന്നില്ല. കോർപ്പറേഷൻ ഒരു തീരുമാനമെടുത്താൽ ഇടപെടാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് VK പ്രശാന്ത് MLAയുമായുള്ള തർക്കത്തിനൊടുവിൽ MLAയുടെ ഓഫീസിന് സമീപത്തുള്ള മുറിയിൽ തന്നെ ഓഫീസ് തുറന്ന് BJP കൗൺസിലർ R ശ്രീലേഖ രംഗത്ത് വന്നത്. ഓഫീസ് തുറന്ന കാര്യം സമൂഹ മാധ്യമത്തിലൂടെയാണ് അവർ അറിയിച്ചത്. മുറി എന്ന് പറയാൻ കഴിയാത്ത ചെറിയ ഒരിടമാണെന്ന് ശ്രീലേഖ പറയുന്നു. ആത്മാർത്ഥതയുള്ള ജനസേവകയ്ക്ക് എവിടെയും പ്രവർത്തിക്കാം. ജനസേവനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിരവധി പേർ കാണാനെത്തി. അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നും ശ്രീലേഖ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു.